കഴിക്കാൻ പാടില്ല. ഇല്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നിഷിദ്ധമായ ഒരു ഭക്ഷണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഞങ്ങൾ കഴിക്കാറില്ല. നിഷിദ്ധമാണോ ആഹാരം? നിഷിദ്ധമായ ആഹാരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മളൊരു വേദത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പോൾ വേദത്തിൽ വിശ്വസിക്കുന്നവരാകുമ്പോൾ ആ വേദം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുക. പന്നിയിറച്ചി കഴിക്കാമല്ലോ, അത് ഫുഡല്ലേ കഴിക്കാം. ഒരു കുഴപ്പമില്ല. ഞാൻ കഴിക്കാറുണ്ട്. അത് ഫുഡായിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഭക്ഷണമല്ലേ, കഴിക്കാൻ കുഴപ്പമില്ല. ചില ആളുകൾ പറയാറുണ്ട് പന്നിയിറച്ചി കഴിക്കരുത്. ഹായ്, നമ്മളെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട് യൂട്യൂബും പണ്ടാരൊക്കെ തുടങ്ങിയിട്ട് ഒരു മൈക്കൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തി പിടിച്ചൊരു വയറായിട്ട് നാട്ടുകാരോട് പോയിട്ട് നിങ്ങൾ എന്താ കഴിക്കല്? ആൾക്കാർ ചോദിക്കാം നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുമോ? അപ്പൊ കുറച്ച് ആൾക്കാർ കഴിക്കൂല, കുറച്ച് ആൾക്കാർ കഴിക്കണ്. എന്ത് ഭക്ഷണം കഴിക്കണത് ഇന്ത്യയിൽ ആരോടും പഠിപ്പിക്കേണ്ട ആവശ്യമല്ല. പിന്നെ പന്നിയിറച്ചി ചില ആൾക്കാർ കഴിക്കൂല എന്ന് ചോദിക്കേണ്ട എന്താ വെച്ചാല് മുസ്ലിങ്ങൾ കഴിക്കല്ല പന്നിയിറച്ചി. അതിങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ട് എന്തോ അലക്കന്റെ മൂട് കിട്ടാറങ്ങ് കുറെ ആൾക്കാർ ഞങ്ങൾ കഴിക്കലുണ്ട്, കുറെ ആൾക്കാർ കഴിക്കില്ല. കഴിക്കണോല് കഴിച്ചോട്ടെ. മുസ്ലിങ്ങൾ ആരോടെങ്കിലും പറയണ്ടോ പന്നിയിറച്ചി കഴിക്കരുതെന്ന്? അല്ലാതെ ഓരോരോ ജാതികളും കിട്ടാൻ ഇറങ്ങും, ഓരോ ചാനലും ഒലക്കന്റെ മൂടായിട്ട്. ഈ സോഷ്യൽ മീഡിയ നക്കി കിട്ടി പഠിച്ചാൽ ഇടങ്ങാറാത്. കുറെ ആൾക്കാർ പറയണ്ട് ഞങ്ങൾ കഴിക്കും, ചിലവര് പറയണ ഞങ്ങൾ കഴിക്കൂല. പന്നിയിറച്ചി കഴിക്കണോ കഴിച്ചോട്ടെ, കഴിക്കാത്ത കഴിക്കേണ്ട ആവശ്യമല്ല, ആരും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചോദിക്കണ ചങ്ങായി ആ പെണ്ണിന്റെ മുഖം കാണിക്കില്ല, അല്ലെങ്കിൽ രണ്ട് തെറിയാലും പറയുന്നു പണ്ടാറടക്ക. ഓരോ ഉളുപ്പുമല്ലാത്ത ജാതികൾ ഇങ്ങനെ ഇറങ്ങും. പന്നിയിറച്ചി കഴിക്കോ, പോത്തിറച്ചി കഴിക്കോ? ചെങ്ങായിമാരെ അവനാന്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ അവനാ കഴിച്ചോട്ടെ, ആരും നിർബന്ധിക്കില്ല. ഉളുപ്പുമല്ലാത്ത ജാതികൾ എല്ലാം പിന്നെ. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം.